തൃശൂർ ചാവക്കാട് ബീച്ച് പാർക്കിന് സമീപം കടലേറ്റം. ബീച്ചിലെ വാഹന പാർക്കിംഗ് മേഖലയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ബീച്ചിലേക്ക് സന്ദർശകർക്ക് താത്കാലികമായി നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഇപ്പോഴും വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണോ? എന്താണ് അവസ്ഥ? അതിലെ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ദൃശ്യങ്ങൾ. ചാവക്കാട് ബീച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ബീച്ചിന്റെ പാർക്കിംഗ് ഏരിയയിലും ഈ ബീച്ചിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലും അടക്കം ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഇന്നലെ വൈകുന്നേരം മുതൽ കടലേറ്റം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് കടലേറ്റം രൂക്ഷമായത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ വെള്ളം കയറി ഈ പ്രദേശങ്ങളെല്ലാം ഈ നിലയിലായി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇത്തരത്തിൽ ചാല് കീറിക്കൊണ്ട് പുറത്തേക്ക് കടലിലേക്ക് തന്നെ ഒഴുക്കിവിടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ചാല് കീറി കടലിലേക്ക് വിടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇവർ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് അത് പരാജയപ്പെട്ടു. വീണ്ടും ഇത്തരത്തിൽ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് ഈ ചാല് കീറി വെള്ളം കടലിലേക്ക് തന്നെ ഒഴുക്കിവിടാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ചാവക്കാട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് കടലേറ്റവും ഒക്കെ രൂക്ഷമാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാര്യങ്ങൾ അതേ നിലയിലാകും എന്ന് തന്നെയാണ്, വീണ്ടും കടലേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ചാവക്കാട്, മുനക്കക്കടവ്, വെളിച്ചെണ്ണപ്പണി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടും കടലേറ്റവും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ ചാവക്കാട് ബീച്ചിലെ ലൈഫ് ഗാർഡായിട്ടുള്ള സണ്ണി നമ്മളോടൊപ്പം ചേരും. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ രാത്രിയാണ് ഇത് കയറിയത്. ഇന്നലെ രാത്രി മുതൽ കയറ്റായിരുന്നു. രാവിലെ വരെ ഞങ്ങൾ വരുമ്പോൾ നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അന്ന് കടലിച്ചിട്ട് ഒതുങ്ങി ശാന്തമായിരിക്കണം. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ കൂടാനും വഴിയുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഇപ്പോൾ ഇറക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ അതിന് മുന്നുണ്ടെങ്കിൽ കടൽ ഇതായിട്ട് വരും, പൊന്തി വരും. അപ്പോൾ നമുക്ക് അറിയാം അപ്പോൾ ഏറ്റം വന്നാൽ ഈ ബീച്ചിൽ സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ അതിൽ വരും. ഇത്ര ദൂരെ നിന്ന് വന്ന ആൾക്കാരും വന്ന് മെല്ലെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവർ പോണു. അല്ലാതെ ഇപ്പോൾ കുളിക്കാനൊന്നും ആരും ഇറങ്ങണില്ല. അങ്ങനെ ഒരു പിന്നെ 3 ദിവസം കൂടെ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ആൾക്കാർ ഇതായിട്ട് തന്നെ. പിന്നെ ഒരു പഴമൊഴിയുണ്ട്, വൃശ്ചിക വെയില് വരെയെന്ന് പൂർവിക കാലത്ത് പറയാറുണ്ട്. അങ്ങനെ ഒരു സമയങ്ങളിലൊക്കെ എല്ലാ വർഷങ്ങളിലും ഉണ്ടാകാറുള്ളതാണോ? മിക്കവാറും വൃശ്ചിക മാസത്തിലൊക്കെ വേലിയേറ്റം ഉണ്ടാവും. ശക്തമായ വേലിയേറ്റം മുൻപുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൻ്റെ അപ്പുറത്തെ വഞ്ചം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ആതിര, ഇത്തരത്തിലാണ് ശക്തമായ വേലിയേറ്റം തന്നെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. 3 ദിവസം കൂടി ഇത്തരത്തിൽ വേലിയേറ്റം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് കടൽ കാണാം. കടൽ അല്പം ശാന്തമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കടലിന്റെ ഈ വേലിയേറ്റത്തിന്റെ തോത് ഉയരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ തൃശ്ശൂരിന്റെ തീരപ്രദേശങ്ങളിൽ 54 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വേലിയേറ്റം അനുഭവപ്പെടാറുണ്ട്. തൃശ്ശൂർ ചാവക്കാട് ബീച്ചിലാണ് ഇപ്പോൾ യാത്രികർക്കും സന്ദർശകർക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ശബരിമല തീർത്ഥാടകരും മറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുമൊക്കെ ധാരാളമായി എത്തുന്ന ഒരു ബീച്ചാണ് ഇവിടെ. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവരല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അപകട സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസം കൂടി ശക്തമായ കടലേറ്റം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് 3 ദിവസം കൂടി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതയും കരുതലും കൂടി സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആതിര, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.